നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീട്ടിലെ ചെറിയ ആവശ്യങ്ങൾക്ക്, അതായത് ഡൈനിങ് ഹാളിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചിരട്ടത്തവിയാണ്. ഇതിന് ഉള്ള് കുറവാണ്. ചെറിയ കറികളും തോരനും അവിയലും എല്ലാം കോരുവാൻ വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പൂർണ്ണമായും ചിരട്ടയിലാണ് ഈ തവി നിർമ്മിച്ചിട്ടുള്ളത്. സാധാരണ മറ്റുള്ള ചിരട്ടത്തവികളെന്ന് പറയുന്നത് ചിരട്ടയിൽ കമുകിൻ്റെ അലവോ അല്ലെങ്കിൽ അതുകൂടാതെ തന്നെ ഉരട്ടിയുടെ അലവോ അല്ലെങ്കിൽ മുളയുടെ തണ്ടോ ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും. ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ചിരട്ട കൊണ്ട് തന്നെയാണ് ഇത് പൂർണ്ണമായിട്ടും ഈ ചിരട്ടത്തവി നിർമ്മിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു പ്രധാന പോയിൻ്റ് എന്ന് പറയുന്നത് ഈ തവി വർക്ക് പൂർണ്ണമായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ വീഡിയോ ചെയ്യുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് രാവിലെ 5 ഫാൻസി തവി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ ഫാൻസി തവി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കൂടിയും പുതിയതായിട്ട് ചെയ്ത വീഡിയോ ആയതുകൊണ്ട് ഫാൻസി തവി വീഡിയോ എടുക്കുന്നതിന് മുന്നേ തന്നെ അത് സെയിലായി പോയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഇതിൻ്റെ ആവശ്യക്കാർ വരുന്ന സമയത്ത് ഇത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ കൂട്ടി വീഡിയോ ചെയ്തത്. ഇനിയും വർക്ക് പൂർണ്ണമായിട്ടുണ്ട്, ഫിനിഷിങ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നേരത്തെ വീഡിയോ എടുത്തത്. ഓക്കെ, ഇത് വീട്ടിലെ ആവശ്യങ്ങൾക്ക്, ഡൈനിങ് ആവശ്യങ്ങൾക്കും പിന്നെ അതുകൂടാതെ തന്നെ കറികളും, ചെറിയ കറികളും പിന്നെ അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്ത ചിരട്ടത്തവിയാണ്. മുകളിൽ ഒരു ചെറിയൊരു ഓവൽ മാതൃകയിൽ ഹോൾ ചെയ്തിട്ടുണ്ട്. അത് ആവശ്യം കഴിഞ്ഞ ശേഷം തൂക്കിയിടുവാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓക്കെ.